നമസ്കാരം. റാഫ് ടോക്ക് മലയാളത്തിലേക്ക് അവർക്കും സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ താരം വികാസ് യുംനാമിന് മൈനർ ഹാംസ്ട്രിങ് ഇഞ്ചുറി ഉണ്ട് എന്ന് ബ്ലാസ്റ്റേഴ്സ് തന്നെ ഒഫീഷ്യലി മെഡിക്കൽ അപ്ഡേറ്റ് തന്നിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ആരാധകർക്കുള്ളൊരു ചോദ്യം, എന്ന് അദ്ദേഹം ഇനി കളിക്കളത്തിലേക്ക് വരും, എത്ര നാൾ അദ്ദേഹത്തിന് റിക്കവറി പീരീഡ് വേണ്ടി വരും, പരിക്ക് എത്രത്തോളം ഗുരുതരമാണ്, ഇതാണ് ചോദ്യം. സോ അതുമായി ബന്ധപ്പെട്ട് മറ്റ് സോഴ്സുകളിൽ നിന്ന് ലഭ്യമായിട്ടുള്ള വിവരങ്ങൾ നമ്മളൊന്ന് പങ്കുവെക്കുകയാണ്. ഖേൽനോ ഇതുമായി ബന്ധപ്പെട്ട് വിവരങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട്. 19th സ്റ്റോപ്പേജ് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ 19th സ്റ്റോപ്പേജ് പറയുന്നത് അദ്ദേഹത്തിന് ഗ്രേഡ് 2 മസിൽ ഇഞ്ചുറിയാണ് സംഭവിച്ചിരിക്കുന്നത്. കറൻ്റ്ലി അദ്ദേഹം റിക്കവറി പീരീഡിലൂടെ കടന്നു പോവുകയാണ്. ഒരു 2-3 ആഴ്ചക്കാലം മിനിമം വേണ്ടി വരും തിരികെ വരാൻ എന്നാണ് 19th സ്റ്റോപ്പേജിൻ്റെ റിപ്പോർട്ടെങ്കിൽ ഖേൽനോവും അത് തന്നെയാണ് പറയുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സ് ന്യൂ സൈനിങ് വികാസ് യുംനം ഈസ് സെറ്റ് ടു മിസ് 2 to 3 weeks ഓഫ് ആക്ഷൻ ഫോളോയിങ് എ മൈനർ ഹാംസ്ട്രിങ് ഇഞ്ചുറി എന്നാണ് അവരും റിപ്പോർട്ട്. ചുരുക്കത്തിൽ 2 ആഴ്ച മുതൽ 3 ആഴ്ചക്കാലം വരെ അദ്ദേഹത്തിന് പുറത്തിരിക്കേണ്ടി വരും. അപ്പോൾ എന്ന് മടങ്ങി വരുമെന്ന് ചോദിക്കുമ്പോൾ ഏതാണ്ട് ഫെബ്രുവരി പകുതിയോടുകൂടി താരം മടങ്ങി വരും എന്ന് വേണം കരുതാൻ. ഇപ്പോൾ നമുക്കറിയാമല്ലോ, അടുത്ത മത്സരം നാളെയാണ്. ആ മത്സരം അദ്ദേഹത്തിന് മിസ്സാവും. അത് കഴിഞ്ഞ് പിന്നെ ജനുവരി 30 ചെന്നൈയിൻ FC യുമായിട്ട് കളിയുണ്ട്. ആ കളിയും അദ്ദേഹത്തിന് മിസ്സാവും എന്ന് വേണം കരുതാൻ. അതിനുശേഷം പിന്നെ ഒരു ബ്രേക്ക് ഉണ്ട്. ബ്ലാസ്റ്റേഴ്സിൻ്റെ കളി പിന്നെ വരുന്നത് നോക്കുക, ഫെബ്രുവരി 15 മാത്രമാണ്. എതിരാളികൾ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് ആണ്. ആ കളിയാകുമ്പോഴേക്കും വികാസ് യുംനാം പൂർണ്ണ ഫിറ്റാകും എന്ന് തന്നെ വേണം കരുതാൻ. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.